ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നിപ്പോൾ ഇതാ പതിവ് പോലെ ഒരു വ്ളോഗുമായിട്ട് തന്നെ കേട്ടോ വന്നിട്ടുള്ള നമ്മൾ ഈ ഒരു ദിവസത്തെ കുറേയേറെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഒക്കെയാണ് കേട്ടോ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇന്നിപ്പം അമലുവിന് മദ്രസ കാര്യങ്ങൾ ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അന്നത്തെ ദിവസം ഇതാ ഓള് കുറച്ച് നേരത്തായിട്ട് തന്നെ എണീറ്റ് പോന്നിട്ടുണ്ട്. എൻ്റെ കൂടെ തന്നെ എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ. മദ്രസ ഉള്ള ദിവസമാണെങ്കിൽ രാവിലെ എണീക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഇപ്പം തണുപ്പും കൂടെ ആയതിന് ശേഷം ഇന്നിപ്പം കുറേ സമയം ഞാൻ അവിടെ കിടന്നോന്നൊന്നും പറഞ്ഞിട്ട് കൂട്ടാക്കാതെ എൻ്റെ കൂടെ തന്നെ എണീറ്റ് പോകുന്നതാണ്. അപ്പോൾ അതാ ഓള് പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുങ്ങുന്നുണ്ട്. ഇന്നിപ്പം പതിവ് പോലെ ഇതാ കിച്ചണിൽ രാവിലത്തെയും നമ്മളെ സ്കൂളിലേക്കുള്ള ഒരുക്കങ്ങളും ഒക്കെ ആയിട്ട് ഒരു തിരക്ക് പിടിച്ച രാവിലെ തന്നെയാണ് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുട്ടും അതിൻ്റെ കൂടെ ഇതാ ഈ ഒരു കടലക്കറിയില്ലേ, ഗ്രീൻ പീസ് ഇല്ലാത്ത ഈ ഒരു കടലിൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമലുവിന് ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീൻ പീസ് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഗ്രീൻ പീസ് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിരുന്നു മറ്റേ ബ്രൗൺ കളറുള്ള കടലക്കറി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്നിപ്പം ഈ കടല വെച്ചിട്ടാട്ടോ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചക്കേക്കുള്ള പരിപാടികളും ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. ഇതാ ക്യാരറ്റ് വെച്ചിട്ട് നമ്മൾ തേങ്ങയൊന്നും ഇടാതെ ഒരു ഉപ്പേരി പോലെ അങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുട്ടൊക്കെ റെഡി ആയി കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഐവും എണീറ്റ് വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇന്നിപ്പോൾ വലിയൊരു ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മുഖം ഇങ്ങനെ തിരിച്ചു വെക്കാണ്. അമലുവിന് ഞാനിതാ വാരി കൊടുക്കുക. അതങ്ങനെയാണല്ലോ ഉണ്ടാവല്. മൂത്ത കുട്ടികൾ എപ്പോഴും ഒരു പുന്നാര കുട്ടികൾ പോലെയല്ലേ ഉണ്ടാവുക. പ്രത്യേകിച്ചും അമലുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ കേട്ടോ. ഇപ്പോൾ എപ്പോഴും നമ്മൾ വാരി കൊടുക്കണതാണ് ഒന്നുകൂടി ഇഷ്ടം. ഇപ്പോൾ ചോറായാലും രാവിലെ പത്തിരിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഒറ്റയ്ക്ക് കഴിക്കുള്ളൂ. അല്ലാത്തതൊക്കെ നമ്മൾ വാരി കൊടുക്കണം ഇഷ്ടം. എനിക്ക് കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മടി കാണിക്കും. അപ്പോൾ പിന്നെ നമ്മളെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ വേഗത്തിൽ അങ്ങ് വാരി കൊടുക്കും. അപ്പം ഇന്നിപ്പം അമലും സ്കൂളിൽ പോണതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് കളിയിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിന്. മൂന്നാളിതാ കുടയൊക്കെ നിരത്തി വെച്ച് എന്തൊക്കെയൊക്കെയോ പരിപാടികളാണ്. ഇവരുടെ കളികളൊക്കെ ഉമ്മ മുൻകൂട്ടി കണ്ടതുകൊണ്ട് ബെഡ്ഷീറ്റും ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ കയറി മറിഞ്ഞ് അങ്ങനത്തെ ഒക്കെ ഓരോ കളികളുണ്ടായ. ഇന്നിപ്പം മൂന്നാൾക്കും ഒരേപോലെയുള്ള കുട ഉണ്ട്. അതിപ്പം ഒരാളത് ഇപ്പം അതിനൂൻ്റെ ആദ്യം ഒരു റെഡ് കളറുള്ളതാണ് അതിനൂൻ്റെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ വരെ ഒരു അടി ഉണ്ടാക്കും. അപ്പം ഇന്ന് പൊതുവെ ഒരു ഹാപ്പി മൂഡാണ്. രാവിലെ എല്ലാവരും കളികളും ഇതൊക്കെ അയച്ച് നല്ലൊരു ഇഷ്ടത്തോടെ കേട്ടോ കളിച്ചിട്ടുണ്ടായിന്. കച്ചറയും ഒന്നും ഇല്ലാതെ നല്ല കുട്ടികളായിട്ടാട്ടോ കളിച്ചിട്ടുണ്ടായിന്. അമല് കുറച്ച് നേരമൊക്കെ വില കൂടെ കളിച്ചിട്ട് പിന്നെ അവൾക്ക് സ്കൂളിലുള്ളത് കൊണ്ട് കുളിക്കാനും മാറ്റാനും ഒരുങ്ങാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പോയതേന്. പിന്നെ അമലുവിനെ ഒരിക്കലും അവൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുക്കലും അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടികളൊക്കെയാണ്. ഇന്നിപ്പം അവൾ വിചാരിച്ച പോലെ മുടി കെട്ടാത്തതുകൊണ്ട് അതിൻ്റെ ചെറിയ ചീച്ചിലൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത്. അങ്ങനെ അവൾ സ്കൂളിലൊക്കെ പോയി. രണ്ടുപേരും അവൾ പോകുന്നത് ഇങ്ങനെ കാത്തിക്കുക. അവൾ പോകുന്നങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഇവിടെ നമ്മൾ വൈകുന്ന അവൾ നടന്ന് പോയിട്ട് സ്കൂളിലേക്ക് ഇറങ്ങുന്ന കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ രണ്ടാളും കുറച്ച് നേരമൊക്കെ അവിടെ നോക്കിന്ന് അമലുവിനൊക്കെ യാത്രയാക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഐബു അതിൻ്റെ ഇടയിൽ ഉപ്പൻ്റെ വണ്ടീൻ്റെ ചായയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ എന്തൊക്കെയൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അത് തിരിച്ചങ്ങ് വെപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ല. അതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയിടുമ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ നോക്കുമ്പോഴല്ലേ പിന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. എന്തൊക്കെ സോപ്പിട്ടപ്പോൾ പിന്നെ തിരിച്ച് അവിടെ തന്നെ അങ്ങനെ കൊണ്ടുപോയിച്ചിട്ടുണ്ടായിന്. ഇതിപ്പോൾ ഇതാ റോസിൻ്റെ കൊമ്പ് കുറേ ദിവസമായി നമ്മൾ വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വളർന്നിങ്ങനെ പന്തലിച്ച് നിൽക്കുന്നു. കുറേ ഉണ്ടായിന്. അപ്പം അത് നമ്മൾ വെട്ടി കൊടുത്തപ്പോൾ ഇതാ നല്ലോണം തേത്തിട്ട് പൂവൊക്കെ ഇടുന്നുണ്ട്. ഇതാ എല്ലാത്തിലും നല്ലോണം പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിലൊക്കെ കയറി രണ്ടാളും കളിയിലാണ്. ടോയ്സൊക്കെ എടുത്ത് കളി തുടങ്ങിയത്. അപ്പം ചെറുതെന്തോ ഒരു ടിഷ്യൂ ഉണ്ടായപ്പോൾ ഉപ്പ അങ്ങനെ അടുത്തിങ്ങനെ ഇരുന്നെടുക്കാൻ ഈ ടോയ്സ് എടുത്താലാണ് കേട്ടോ അതിൽ തോന്നിയ അടി തുടങ്ങൽ. അപ്പം അതിലിങ്ങനെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും ഒക്കെ പ്രശ്നമാണ്. അപ്പം ഇന്നിപ്പം നമുക്ക് ഉപ്പേരി വെക്കാൻ ഇന്നിത്തട്ട കിട്ടീനി കേട്ടോ. അപ്പം ഇന്നലെ ഉപ്പ എവിടുന്നോ കൊണ്ടുവന്നേനി. അപ്പം അത് ഇതേപോലെ അങ്ങനെ അരിഞ്ഞൊക്കെ വെച്ചിന്. ചെറുപയറൊക്കെ ഇട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ. അതൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ച് ഇനിയിപ്പം ചോറിനുള്ള വെള്ളം വെക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാണ്. ഇതാ തീയൊക്കെ കത്തിച്ച് ഇതാ വെള്ളമൊക്കെ വെക്കുന്നുണ്ട്. നമ്മൾ അടുപ്പത്ത് നിന്നാണ് കേട്ടോ സ്ഥിരമായിട്ട് ചോറുണ്ടാക്കൽ. പിന്നെ നമുക്ക് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ രാത്രിക്കത്തേക്ക് വേണ്ടായിക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റൈസ് കുക്കറിൽ കുറഞ്ഞ അളവിലൊക്കെ മതിയാവുമല്ലോ. അങ്ങനത്തെ സമയത്ത് അങ്ങനെ റെഡിയാക്കും കേട്ടോ. അല്ലെങ്കിൽ കൂടുതലും അടുപ്പത്തു നിന്ന് തന്നെ കേട്ടോ ചോറും കറികളൊക്കെ ഉണ്ടാക്കൽ. പിന്നെ ഉപ്പേരി നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട് ക്യാരറ്റിൽ അത് കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പും
2 3 പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉപ്പേരി ഒരു ഭാഗത്ത് നിന്ന് അങ്ങ് റെഡിയാക്കി എടുക്കുക. ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ കുറച്ച് പണിയുണ്ടെങ്കിലും ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഉപ്പേരി കഴിക്കാൻ നല്ല രസമാണല്ലോ. പക്ഷെ എനിക്ക് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ ക്യാരറ്റ്. ഇങ്ങനെ ചെറിയൊരു മധുരച്ചോയ ആയതുകൊണ്ട് വലിയൊരു ഇഷ്ടമല്ല ക്യാരറ്റിൻ്റെ ഉപ്പേരി. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പപ്പായന് കുറേ ദിവസമായിട്ട് അങ്ങനെ പഴുത്തിട്ട് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എപ്പോഴോ മറന്നു പോയിട്ടുണ്ട്. ഇന്നിപ്പം ഓർമ്മയപ്പോൾ അതെടുത്തിട്ട് ഇളച്ചി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഒക്കെ പെട്ടെന്നൊരു പൂതി ഇത് വെച്ചിട്ട് നമുക്ക് ഷേക്ക് ആക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മുറിച്ചെടുക്കുകയാണ്. എന്നാൽ കട്ട് ചെയ്തൊക്കെ മുന്നേ വെച്ചപ്പം എന്താണെന്നറിയില്ല, നല്ല മധുരം ഉണ്ടായിരുന്നു. പൊതുവേ ചിലപ്പോൾ ഒന്നും മധുരം ഉണ്ടാവലില്ല. ഇന്നിപ്പം നല്ല മധുരമുള്ളതുകൊണ്ട് എല്ലാവരും കുറേശ്ശൊക്കെ എടുത്ത് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിട്ടോ. ബാക്കിയുള്ളതാണ് നമ്മൾ ഷേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷേക്കിന് വേണ്ടിയിട്ട് തിരഞ്ഞു നോക്കിയപ്പം ഒരു പീടികയിലും കട്ടപ്പാലില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ പാൽ വെച്ചിട്ട് അവസാനം ഒരു ജ്യൂസിലങ്ങ് ഒതുക്കിയതേനി. അപ്പം 2-3 കഷ്ണം അതൊക്കെ കഴിച്ച് പിന്നെ അടിച്ച് വരാനുള്ള ഓരോരോ പരിപാടികളൊക്കെ നോക്കാട്ടോ. എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് വല്ല ടോയ്സൊക്കെ എല്ലാ ദിവസത്തെയും പോലെ നിരത്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ച് വരിയിടാം. അപ്പം ഒരു വട്ടമൊന്നും അടിച്ചിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ വൈകുന്നേരം ആകുന്നതിൻ്റെ ഇടയ്ക്ക് 2-3 വട്ടം ഡെയിലി അടിക്കണം. ഇവരെന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് മൂത്താപ്പൻ്റെ ഒരു വന്നപ്പം ഓല കൂടെ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല ഇഷ്ടമാണ് കേട്ടോ രണ്ടാക്കും പോകാൻ വേണ്ടിയിട്ട്. അയ്യോ പെട്ടെന്ന് തന്നെ മാറ്റി ഇറങ്ങിയതുകൊണ്ട് അതിനൊന്നും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിനൊൻ്റെ മുടിയൊക്കെ ഒന്ന് വാർന്നെടുത്ത് ഓളയും കൂടെ ഒരുക്കി കൊടുത്ത് 2 പേരും ഒരുമിച്ചാട്ടോ പോയിട്ടുണ്ടായിന്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം കുറച്ച് സമയമൊക്കെ അവിടെ അങ്ങനെ ഓല ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോവലുണ്ട്. അതിനൊൻ്റെ മുടിയൊക്കെ അങ്ങനെ ചീകി കൊടുക്കുക. അതിനും മാറ്റി ഒരുങ്ങൊക്കെ വന്നിട്ടുണ്ടായിന്. പിന്നെ ഓളെ ചെരുപ്പ് കാണുന്നില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വരുന്ന ചെരുപ്പ് ഇവരെവിടെ കളിച്ചിടോ കൊണ്ടുപോയിട്ടായിരിക്കും. കുറേ സമയം അതിൻ്റെ ബാക്കിൽ അങ്ങ് പോയിട്ട് ചെരുപ്പ് കാണുന്നില്ലേന്. പിന്നെ അയ്ബു ചെരുപ്പ് ഇട്ടതുകൊണ്ട് തന്നെ അവൾ ചെരുപ്പിടാതെ പോകാൻ എങ്ങനെയായിട്ടും കൂട്ടാക്കില്ലേന്. അവസാനം നമ്മൾ പുതിയ ഉള്ളിൽ ഉള്ള ചെരുപ്പിട്ട് അങ്ങനെ പറഞ്ഞയച്ചതേന് കേട്ടോ. രണ്ടാളും കുറച്ച് സമയമൊക്കെ അവിടെ പോയി കളിച്ച് ഒരുപാട് സമയം നിന്നില്ല കേട്ടോ. കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തുടക്കൽ പരിപാടികളൊക്കെ അങ്ങ് കഴിച്ചിട്ടുണ്ടായിന്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രണ്ടാളും തിരിച്ചെത്തിയിട്ടുണ്ടായിന്. രണ്ടാളും തിരിച്ചെത്തിയപ്പോൾ രണ്ടാൾക്കും ജ്യൂസൊക്കെ കയ്യിൽ കൊടുത്തിന്. അതിനൊന്നും വല്ലാതെ അങ്ങ് പറ്റിയില്ല. ഒരിത്തിരി കുടിച്ചിട്ട് പിന്നെ അവിടെ വെച്ച് അങ്ങനെ പോയി. അയ്ബും ഫുള്ളാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും കുറച്ചും കൂടെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചോറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഊറ്റാനുള്ള ഓരോരോ പരിപാടികളാണ്. അത് ഊറ്റുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവിടെ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിന്. ഇന്ന് ഉച്ചക്കേക്ക് ബീഫാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പം ചോറ് ഊറ്റിക്കഴിഞ്ഞ് ആ അടുപ്പത്ത് തന്നെ ബീഫ് വെക്കാമെന്നാട്ടോ വിചാരിക്കണേ. അപ്പം അതിൻ്റെ മുന്നായിട്ട് ഊറ്റുന്ന സമയം വരെ അടുപ്പിൽ ഇങ്ങനെ തീ പുകയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ കുറച്ച് വെള്ളമാക്കി അവിടെ അങ്ങനെ വെച്ചിട്ടതിന്. പിന്നെ ബീഫും പിന്നെ ഇതിലേക്ക് പൊടികളൊക്കെ അങ്ങനെ ഇടാനുണ്ട് കേട്ടോ. മറ്റൊരു കുക്കറിൽ ഗ്യാസിൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇന്നിത്തട്ടിയും ചെറുപയറൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ചെറുപയർ കുറച്ച് നേരത്തെ കുറച്ച് വേവിച്ച് വെച്ചതാണ്. ഇനിയിപ്പം ഇന്നിത്തട്ടും കൂടെ അതിലേക്ക് ഇട്ടെടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം ഒരുപാടൊന്നും ചേർത്തെടുക്കില്ല കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ടായിന്. എന്നാലും ഒരധികം പോലെ ഉണ്ടാവുന്ന കേട്ടോ. ഉമ്മ പറഞ്ഞ് കുറഞ്ഞ അളവിൽ മതി എന്ന് പറഞ്ഞപ്പോൾ കുറച്ചങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഉപ്പും കൂടെ ഇട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് ഇപ്പോൾ സാധാ പോലെ നമ്മൾ വെളിച്ചെണ്ണയിൽ വറവിട്ടെടുക്കില്ല. അപ്പം ഇന്ന് ഉച്ചക്കേക്കുള്ള ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ സമാധാനിക്കുന്ന സമയത്താണ് രണ്ടാളും ഇവിടെ റൂമിൽ പൊരിയാവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് മൊത്തം ബെഡിലും നിലത്തും എല്ലായിടത്തും വാരി അങ്ങ് വിതറിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നേരത്തെ അടിച്ച് വാരി തുടച്ച് പോയ സ്ഥലമാണ്. ഒരു സ്ഥലമാണ് നമുക്ക് തോന്നുകയില്ല. അത്രയും പെർഫെക്റ്റാക്കി വെച്ചിട്ടുണ്ടോ. രണ്ടാളും അവിടെ ഒന്നായിട്ട് നിരത്തിയിട്ട് ഇപ്പം അതൊക്കെ ഒന്ന് ക്ലീനാക്കി കിച്ചണും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനിയും മറ്റൊരു വീഡിയോസോ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.